ഏതാണ് ശരിക്കും ആഫ്രിക്കൻ കൺട്രീസ്? എങ്ങനെയായിരുന്നു അത്? ആഫ്രിക്കയിൽ ഞാൻ പോയിട്ടുള്ളത് കെനിയ, താൻസാനിയ, ഉഗാണ്ട തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഞാൻ പോയിട്ടുള്ളത്. ഞാൻ ആദ്യം ആഫ്രിക്കയിൽ പോകുമ്പോൾ എനിക്ക് ഭയമായിരുന്നു. ഒറ്റക്കാണല്ലോ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ കേട്ടിട്ടുള്ള ഈ വേണ്ടത്ര സുരക്ഷിതത്വം ആവോ ഇല്ല എന്നുള്ളൊക്കെ ഒരു ഭയം എനിക്കുണ്ടായിരുന്നു. എൻ്റെ ഫോൺ പോലും, എൻ്റെ എല്ലാ ഡാറ്റകളും എൻ്റെ ഫോണിലായിരുന്നു. അപ്പോൾ എനിക്ക് സുരക്ഷിതത്വത്തെക്കുറിച്ച് ആകാംക്ഷ ഉണ്ടായിരുന്നു, ആഫ്രിക്കയെക്കുറിച്ച് കേട്ടുള്ള കാര്യങ്ങൾ. 2 കൈ കൊണ്ടിട്ട് ഫോൺ പിടിച്ച അനുഭവം വരെ എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ സത്യത്തിൽ കുറച്ച് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അതിൽ അടിസ്ഥാനമില്ലെന്ന് ബോധ്യമായി. വളരെ റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ ഭയങ്കര റെസ്പെക്റ്റാണ് അവർ തരുന്നത്. നമ്മുടെ ഈ നാടുകളിലേക്ക് തന്നെ തൊഴിലാളികൾക്ക് ഇപ്പോൾ ഒരു 1000 രൂപയെങ്കിലും അടിസ്ഥാന സാലറി ഏത് പണിയെടുത്ത് കഴിഞ്ഞാലും കിട്ടും. പക്ഷേ ആഫ്രിക്കയിൽ 250 രൂപക്ക് സമയമൊന്നുമില്ല, എത്ര നേരത്തേക്കും പണിയെടുത്തോളും. അവർ ജോലി ചെയ്യുന്നില്ല. അവർ കിടന്നുറങ്ങുന്നതിൻ്റെ ഭൂമിക്കടിയിൽ കോടിക്കണക്കിന് രൂപയുടെ ധാതുകണങ്ങളും മറ്റ് ഖനിജങ്ങളും ഉണ്ട്, രത്നങ്ങളുണ്ട്, സ്വർണങ്ങളുണ്ട്. പക്ഷേ ഇത് അവർ എടുക്കാൻ തുടങ്ങിയിട്ടില്ല. ഇന്ന് പല രാജ്യങ്ങളുടെയും സഹായത്തോട് കൂടിയിട്ടാണ് ഖനനം. അതിൻ്റെ ഒരു പ്രൊഡക്റ്റ് അവരുടെ രാജ്യം ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആഫ്രിക്കയുടെ ഗതി മാറും. ഇന്ന് അറബ് രാജ്യങ്ങളുണ്ടായിട്ടുള്ള പുരോഗതി നാളെ ആഫ്രിക്കയിലായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് NS പോലെയുള്ള ബിസിനസ്സുകാരൊക്കെ തന്നെ സഞ്ചാരം തിരഞ്ഞെടുക്കുമ്പോൾ ചൈന കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ആഫ്രിക്കയാണ് നമ്മൾ ചൂസ് ചെയ്യാറുള്ളത്.